ക്ലാസ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസിലെ ചാപ്റ്റർ 2 പോയമാണ് ദ കളേഴ്സ് ഓഫ് എർത്ത്. അപ്പോൾ 6th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 പോയമായ ദ കളേഴ്സ് ഓഫ് എർത്ത് അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് വേർഡിൻ്റെ മീനിങ് പറയുന്നുണ്ട്. അതേപോലെ ലെറ്റേഴ്സ് റൈറ്റിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ലെറ്റേഴ്സ് റീഡ് ആൻഡ് ലേൺ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ്, അതിൽ നമുക്ക് 5-6 ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. നമുക്ക് ആദ്യം തന്നെ ഇതിലെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ച് നോക്കാം. പോയത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ ക്വയറ്റ് ബോറിങ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം ഒന്ന് നോക്കൂ, അവിടെ ഒരു കളർ മാത്രമാണ് ഉള്ളതെങ്കിൽ എന്തൊരു ബോറിംഗ് ആയിരിക്കും. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ നമ്മൾ മരങ്ങൾ കാണുന്നുണ്ട്, വലിയ ബിൽഡിങ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ നോക്കിയാൽ ഒരേ കളറിലാണോ? നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരേ കളറിലാണോ? ഒരു വൈറ്റില്ലെങ്കിൽ ബ്ലാക്കില്ലെങ്കിൽ ബ്ലാക്ക്, അങ്ങനെ ഒറ്റ കളറിലാണോ നമ്മൾ കാണുന്നത്? എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ വെറൈറ്റി കളർ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ പേജ് തന്നെ എന്തൊക്കെ കളർ ആണ് നമ്മൾ കാണുന്നത്? ഗ്രീൻ കളർ, യെല്ലോ കളർ, റെഡ് കളർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളർ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും, ഒരൊറ്റ കളറായിട്ടുണ്ടെങ്കിൽ എന്തൊരു ബോറിംഗ് ആയിരിക്കും അല്ലേ. നേച്ചർ എത്ര സുന്ദരമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് നിറങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ. ലക്കിലി അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. ഭാഗ്യവശാൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സും അതേപോലെ ഒരുപാട് സംസ്കാരങ്ങളും കൂടി ചേർന്നതാണ്. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. അപ്പോൾ ഈ സോങ് എന്തിനെ കുറിച്ചിട്ടാണ്? ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഹെഡിങ് തന്നെ ദ കളേഴ്സ് ഓഫ് എർത്ത് ആണ്. സാറ പേർട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുള്ളി സെലിബ്രേറ്റ് ദിസ് വെറൈറ്റി, എംബ്രേസിങ് ദ ബ്യൂട്ടി ഓഫ് ഡിഫറൻസസ് എന്ന് വെച്ചാൽ മേക്ക് അവർ വേൾഡ് സോ റിച്ച് ആൻഡ് വണ്ടർഫുൾ. നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ചാണ്, ബ്യൂട്ടിഫുള്ളാണ്. അത് കുറേ കളേഴ്സ് അല്ലേ, കളേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചു നോക്കാം. We are made of the colors of earth. We are made of the colors of earth. നമ്മൾ ഭൂമിയിലെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? വാട്ട് വി ആർ മെയ്ഡ് ഓഫ്? വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയിലെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ കളറിൻ്റെയും പ്രത്യേകത എന്താണ്? ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓരോ നിറവും വ്യത്യാസമാണ്, എല്ലാം ഒരേപോലെയല്ല. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓരോ നിറവും വ്യത്യാസമാണ്. ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ നിറവും സത്യമാണ്, അത് ഉള്ളതാണ് അല്ലേ, അത് ആർട്ടിഫിഷ്യൽ അല്ല. ഓക്കെ, വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. വീണ്ടും ആ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങളെ സൃഷ്ടിച്ച നിറങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. ഐ ലവ് ദ കളേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിറങ്ങൾ വളരെ ഇഷ്ടമാണ്. ദാറ്റ് മെയ്ഡ് യു, എങ്ങനെയുള്ള നിറങ്ങൾ? നിങ്ങളെ സൃഷ്ടിച്ച നിറങ്ങൾ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, ഐ ക്യാൻ സീ ടോപ്പാസ്, ഐ ക്യാൻ സീ സ്കൈ. ടോപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നല്ല വിലപിടിപ്പുള്ള മഞ്ഞ നിറത്തിലുള്ള രത്നത്തിനെയാണ് ടോപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? ഐ ക്യാൻ സീ ടോപ്പാസ്. പിന്നെ വേറെന്താ കാണാൻ കഴിയുന്നത്? ഐ ക്യാൻ സീ സ്കൈ. പിന്നെ കാണാൻ കഴിയുന്നത് എനിക്ക് ആകാശമാണ്. അപ്പോൾ എനിക്ക് നല്ല അമൂല്യമായ രത്നങ്ങളെ കാണാൻ കഴിയും. ഐ ക്യാൻ സീ സ്കൈ, എനിക്ക് ആകാശം കാണാൻ കഴിയും. ദ ഗ്രീൻ ആൻഡ് ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ. പിന്നെന്താണ്? ദ ഗ്രീൻ, പച്ച കളർ, ആൻഡ് ദ ഗ്രേ,
ഗ്രേ എന്ന് പറഞ്ഞാൽ ചാര കളർ. ദ ഗ്രീൻ ആൻഡ് ഗ്രേ ഓഫ് സീ റോളിംഗ് ബൈ. കടലിലെ പച്ചയും ചാര നിറവും ഉരുണ്ടുകൂടുകയാണ്. റോളിംഗ് ബൈ, അതായത് ഒരു നേരം പച്ചയാണെച്ചാൽ ഒരു നേരം ഗ്രേ കളർ, അങ്ങനെ ഇടകലർന്ന് ഉരുണ്ടുകൂടുന്നു. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. രാവിലെ ആയാലോ തിളങ്ങുന്ന, ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, തിളങ്ങുന്ന, ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്, തവിട്ട് നിറത്തിൽ, രാവിലെ തിളങ്ങുന്ന തവിട്ട് നിറമുള്ള നദിയും, ബ്രൗൺ കളറുള്ള നദിയും. ഇനി അടുത്ത ലൈൻ നോക്കാം. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ, ഫ്രണ്ട്സിൻ്റെ കൈകൾ നോക്കുമ്പോൾ. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഐ ക്യാൻ സീ ചെസ്നട്ട്, ഐ ക്യാൻ സീ കോൺ. എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ചെസ്നട്ട് എന്ന് പറഞ്ഞാൽ നട്ട്സ്. അതേപോലെ തന്നെ കോൺ എന്ന് പറഞ്ഞാൽ ചോളം. ഓക്കെ, ഐ ക്യാൻ സീ ചെസ്നട്ട് ആൻഡ് ഐ ക്യാൻ സീ കോൺ. എനിക്ക് ചെസ്നട്ട് കാണാൻ കഴിയും, എനിക്ക് കോൺ കാണാൻ കഴിയും, ചോളം കാണാൻ കഴിയും. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ഡേപ്പിൾഡ് ബ്രൗൺ ഫോൺ. കളർ ഓഫ് വീറ്റ് ആൻഡ് ഡേപ്പിൾഡ് ബ്രൗൺ ഫോൺ എന്ന് പറഞ്ഞാൽ, ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിൻകുട്ടി. ഇപ്പം മാനിൻകുട്ടിയുടെ നിറം കണ്ടല്ലോ, ഒരു തവിട്ട് നിറമാണല്ലോ, ഒരു ബ്രൗൺ കളറാണ്. ഗോതമ്പിൻ്റെയും കളർ എന്താണ്? ഒരു തവിട്ട് നിറമാണ്. അപ്പോൾ ദ കളർ ഓഫ് വീറ്റ് ആൻഡ് നിറം. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. രാവിലെ സൂര്യനെ ഉമ്മ വെച്ച കറുത്ത മരങ്ങളും. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ടെൽ മീ ദ കളേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയുടെ നിറങ്ങളുടെ പേരുകൾ എന്നോട് പറയൂ. ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ദ ഓറഞ്ച് ഓഫ് പീച്ച്. ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വഴുതന. വഴുതനക്ക് എന്ത് കളറാണ്? പേർപ്പിൾ കളറ്. ആൻഡ് ദ ഓറഞ്ച് ഓഫ് പീച്ച്. പീച്ചിൻ്റെ ഓറഞ്ച് കളർ, പീച്ച് ഫ്രൂട്ടില്ല, അതിൻ്റെ ഓറഞ്ച് കളർ. ദ ഓറഞ്ച് ഓഫ് പീച്ച്. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിൽ എന്താണ്? ബീച്ചിൽ കല്ലുകൾക്ക് എന്ത് നിറമാണുള്ളത്? ദ ഗ്രീൻ ആൻഡ് ബ്ലാക്ക്, പച്ചയും കറുപ്പും. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. രാവിലെ മൗണ്ടെയിനിലുള്ള ആ സൂര്യനും. അപ്പോൾ അതിനൊക്കെ കളർ, വ്യത്യസ്തമായ കളറാണ് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വേർഡ്സ് മീനിങ് നോക്കാം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം അല്ലെങ്കിൽ പലതരത്തിലുള്ള. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷിക്കുക. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷിക്കുക. ഇനി അടുത്തത് ടോപ്പാസ്. ടോപ്പാസ് എന്ന് പറഞ്ഞാൽ ഒരുതരം മഞ്ഞ തവിട്ട് നിറമുള്ള വിലപിടിപ്പുള്ള രത്നമാണ് ടോപ്പാസ്. റോളിംഗ് ബൈ എന്ന് പറഞ്ഞാൽ അലയടിച്ച് നീങ്ങുന്ന അല്ലെങ്കിൽ ഒഴുകി പോകുന്ന. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺകുളിർക്കുന്ന. ചെസ്നട്ട് എന്ന് പറഞ്ഞാൽ ഒരുതരം തവിട്ട് നിറമുള്ള അണ്ടിപ്പരിപ്പ്. കോൺ എന്ന് പറഞ്ഞാൽ ചോളം. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ഡേപ്പിൾഡ് എന്ന് പറഞ്ഞാൽ പുള്ളികളുള്ള അല്ലെങ്കിൽ പല നിറങ്ങൾ കലർന്ന. ഫോൺ എന്ന് പറഞ്ഞാൽ മാനിൻകുട്ടി. സൺകിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റ. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ. പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? നമ്മൾ ഏതൊക്കെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയിലെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? അവരുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണിൽ ഏതൊക്കെ നിറങ്ങൾ കാണാൻ കഴിയും? ദ സ്പീക്കർ ക്യാൻ സീ ടോപ്പാസ് ആൻഡ് സ്കൈ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? നല്ല തവിട് നിറമുള്ള വിലപിടിപ്പുള്ള രത്നവും, അതാണ് ടോപ്പാസ്. എന്ത് കാണാൻ കഴിയും? ആകാശവും കാണാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന മൂന്നാമത്തെ, വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻഡ് ഇൻ ദ സോങ്? എന്തൊക്കെ നാച്ചുറൽ തിങ്സ്, പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പോയത്തിൽ പറയുന്നത്? ദ സ്പീക്കർ മെൻഷൻ സെവറൽ നാച്ചുറൽ തിങ്സ്. പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ, പ്രകൃതിയിലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ എർത്ത്, സീ ആൻഡ് ദ റിവേഴ്സ്. എർത്ത് ഭൂമി, അതേപോലെ കടൽ, റിവേഴ്സ്, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദ സ്കൈ, സൺ ആൻഡ് ദ മൗണ്ടെയിൻസ്. ട്രീസ്, വീറ്റ് ആൻഡ് സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ആനിമൽസ് ലൈക്ക് ഡേപ്പിൾഡ് ബ്രൗൺ ഫോൺ. ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്.
പറഞ്ഞു, ആനിമൽസ് കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് എഗ് പ്ലാന്റ്സ് ആൻഡ് പീച്ചസ്. ഇത്രയും കാര്യങ്ങൾ സ്പീക്കർ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. The earth, sea and the rivers, the sky, sun and the mountain, trees, wheat and stones on the beach, animals like it, apple, brown fawn, fruits and vegetables like eggplants and peaches. Next, fourth question is, what is the speaker trying to convey about the relationship between humans and nature? എന്താണ് ഇതിൽ സ്പീക്കർ പറയാൻ ശ്രമിക്കുന്നത്? അതായത് മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? The speaker is trying to convey that humans are connected to nature. എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കണക്റ്റഡ് ആണ്. ആൻഡ് ദാറ്റ് വി ക്യാൻ സീ ദ റിഫ്ലക്ഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ഇൻ ഈച്ച് അതർ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻസ്, നാച്ചുറൽ ബ്യൂട്ടിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും. പ്രകൃതിയുടെ റിഫ്ലക്ഷൻ മനുഷ്യനും അതേപോലെ മനുഷ്യൻ്റെ റിഫ്ലക്ഷൻസ് പ്രകൃതിയിലും കാണാൻ കഴിയും എന്നാണ് സ്പീക്കർ പറയാൻ ശ്രമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? എന്താണ് സ്പീക്കർ ബീച്ചിൽ കാണുന്ന കളർ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഗ്രീനും ബ്ലാക്കും ആണ്. ദ സ്പീക്കർ സീസ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഓൺ ദ സ്റ്റോൺസ് ഓഫ് ദ ബീച്ച്. ബീച്ചിലെ സ്റ്റോൺസിൽ കാണുന്ന കളേഴ്സ് എന്തൊക്കെയാണ്? ഗ്രീനും ബ്ലാക്കും. ഇനി ഇതിൽ സെഗ്മെൻറ്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് തിങ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സോങ് അട്രാക്ട് യു ദ മോസ്റ്റ്? വൈ? ഇപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇഷ്ടങ്ങളായിരിക്കും. ഒരു മോഡലാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. The description of the sun-kissed black trees in the morning and the dappled brown fawn attracts me the most. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ. അതാണ്. It creates a warm, peaceful and vivid picture of nature walking up in the morning light. അപ്പം ഒരു രാവിലെ നമ്മൾ നടക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് ഈ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റസ് റീഡ് ആൻഡ് ലേൺ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻഡ് ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. അപ്പോൾ ദ കളേഴ്സ് ഓഫ് എർത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് എഴുതാം? ചെസ്റ്റ്നട്ട് എഴുതാം, ടോപ്പാസ് എഴുതാം, ബാക്കിയോ? അപ്പോൾ നമുക്ക് ഗ്രീൻ, ഗ്രേ, ബ്രൗൺ എഴുതാം. അതൊക്കെ നമ്മുടെ പോയത്തിൽ പറഞ്ഞ കളറാണ് അല്ലേ. ഗ്രീന് സീഡി സ്റ്റോൺസിൻ്റെ ബീച്ചിലുള്ള കളറാണ് ഗ്രീനും ഗ്രേയും. അതേപോലെ തന്നെ ബ്രൗൺ കളർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീറ്റ്, ബ്ലാക്ക്, പർപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ നമ്മൾ അതിൽ കണ്ട കളേഴ്സാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നേച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ദാറ്റ് ഇൻസ്പയർ അസ്. ഈച്ച് ഷെയ്ഡ് റിഫ്ലെക്ട്സ് ദ വേൾഡ് അറൗണ്ട് അസ്. There are some colors that go with the fruits and add a few more. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കളറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആപ്പിൾ റെഡ്, ബനാന യെല്ലോ, മാംഗോ ഓറഞ്ച്, ഗ്രേപ്സ് ഗ്രീൻ. ഇതൊക്കെ നമുക്ക് ആപ്പിളിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഇതിലൊക്കെ നമുക്ക് പെടുത്താം. ആപ്പിൾ റെഡ്, ബനാന യെല്ലോ, മാംഗോ ഓറഞ്ച്, ഗ്രേപ്സ് ഗ്രീൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന, റൈറ്റ് എ ഫ്യൂ മോർ. കുറച്ച് കളേഴ്സ് നമ്മുടെ നേച്ചറായിട്ടും പെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്കൈ ബ്ലൂ കൊടുത്തിട്ടുണ്ട്, സൺസെറ്റ് ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെഴുതാം? കടൽ, ഓഷ്യൻ ബ്ലൂ. അതേപോലെ തന്നെ വെജിറ്റബിൾസ്, നമ്മൾ ഇലകളൊക്കെ എന്താണ്? ലീഫി ഗ്രീൻ ആണ്. അതേപോലെ സ്നോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്നോ വൈറ്റ് ആണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആണ് തോന്നുക. ഓക്കെ. അതേപോലെ തന്നെ ഇനി നമുക്ക് ഫുഡ് ഐറ്റംസുമായിട്ട് കുറച്ച് കളേഴ്സ് പെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന കളർ. എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്, ഗീവ് മോർ എക്സാമ്പിൾ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബ്രൗൺ. പിന്നെ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ എപ്പോഴും തക്കാളി എന്താ? റെഡ്. ഓക്കെ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കളറാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗൺ ആണ്. ഇനി ടേമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യെല്ലോ ആണ്. ഇനി ക്യാരറ്റ് എന്ന് പറയുന്നത് അത് ഓറഞ്ച് കളറാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസുമായിട്ടുള്ള കുറച്ച് കളർ എഴുതാം.
തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ലൈൻസ് തന്നിട്ടുണ്ട്, 2 ലൈൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ലൈൻസ് തന്നിട്ടുണ്ട്. റീഡ് ദ ലൈൻസ് ബിലോ. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ എന്തിൻ്റെയോ ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കാര്യത്തിനെയോ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ അത് സീയെ കടലിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഗ്രീൻ ആൻഡ് ഗ്രേ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ റിവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സാണ് ഡാസ്ലിംഗ് ബ്രൗൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഗ്രീൻ ആൻഡ് ഗ്രേ ഡിസ്ക്രൈബിങ് സീ, ഡാസ്ലിംഗ് ബ്രൗൺ ഡിസ്ക്രൈബിങ് റിവർ. അതേപോലെ രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ വേർഡ്സ് ഒബ്ജക്ട്സ് നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അതേപോലെ സോങ്ങിൽ നിന്ന് വേറെ അങ്ങനത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്കിവിടെ ഡേപ്പിൾഡ് എന്ന് എഴുതാം. അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്? ബ്രൗൺ ഫോണിനെ, മാനിൻകുട്ടിയെ, പുള്ളിമാൻ കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരാണ് ഡേപ്പിൾഡ്. അതേപോലെ തന്നെ സൺ കിസ്ഡ്, അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്? ബ്ലാക്ക് ട്രീസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ, സൺ കിസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഡു യു ലൈക്ക് മോസ്റ്റ്? അപ്പം അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എഴുതുക. എനിക്കിഷ്ടം ബ്ലാക്കാണ്, അപ്പോൾ ഞാൻ എഴുതും ബ്ലാക്ക് എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ നിങ്ങൾ എഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പോസിബിൾ ആയിട്ടുള്ള കളർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് സാധാരണ കാണുന്ന കളേഴ്സും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ എഴുതാം. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പേർപ്പിൾ, പിങ്ക്, ഇൻഡിഗോ, വയലറ്റ്, ടീൽ, മജന്ത, മെറൂൺ, ടെർക്കോയിസ്, ലാവൻഡർ, എമറാൾഡ് ആൻഡ് ഗോൾഡ്, ഇതൊക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിറ്റ് ഇൻ ദ ഗ്രൂപ്പ്സ്. ഇതൊരു ആക്ടിവിറ്റിയാണ്.